അമേരിക്ക നിലപാട് മാറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ നിലപാട് മാറ്റുക എന്നത് അമേരിക്കയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊന്നുമല്ല, ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്ക കരുക്കൾ നീക്കണമോ വേണ്ടയോ, ഇറാനെതിരെ ഒരു ആക്രമണം നടത്തണമോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആഴ്ചയും ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ട് പോകുമോ എന്നുള്ളതാണ് അടുത്തു വരുന്നൊരു ചോദ്യം. കൂടാതെ ഇറാൻ റെഡ് ലൈൻ ക്രോസ് ചെയ്തു, ഇനി ഞങ്ങളുടെ ആക്രമണം മറ്റൊരു തലത്തിലേക്കായിരിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞു. കൂടാതെ ഇറാനെതിരെയുള്ള പ്രത്യാക്രമണം ചെയ്യാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇറാൻ അവരുടെ ഒരു 10-17 മിസൈൽസിനെ മാത്രം ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആക്രമണങ്ങളെല്ലാം ഇറാൻ ഒരല്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോഴാണ് അമേരിക്ക ഇസ്രായേലിനോട് ഒരേ ഒരു സ്ഥലം മാത്രം ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. ആ ഒരു സ്ഥലം ഏതാണ്? അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണോ? അത് ഇസ്രായേലിനെ കൊണ്ട് സത്യത്തിൽ ആക്രമിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളുടെ ഉത്തരം, കൂടാതെ ഒരുപാട് അപ്ഡേറ്റ്സ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഫോർഡോ, ഈ ഫോർഡോ എന്നൊരു സ്ഥലം മാത്രം ഇപ്പോൾ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇസ്രായേലിനോട് അമേരിക്ക നടത്തിയൊരു അഭ്യർത്ഥന. അങ്ങനെ എന്താണ് ഈ ഫോർഡോയിലുള്ളതെന്ന് ചോദിച്ചാൽ, ഇതാണ് ഇറാന്റെ അണുവായുധ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം, അണ്ടർഗ്രൗണ്ട് ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് ക്ലിയറായി മനസ്സിലാകില്ല. ഇതൊരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ആണെന്ന് പറഞ്ഞു. ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ആണെങ്കിലും ഏകദേശം തറനിരപ്പിൽ നിന്നും ഒരു 60 മുതൽ 80 മീറ്റർ ആഴത്തിലാണ് ഈ ഒരു ഭൂഗർഭ ആണവ സൗകര്യം സ്ഥിതി ചെയ്തിട്ടുള്ളത്. 60 മുതൽ 80 മീറ്റർ ആഴത്തിലോ? എങ്ങനെയാണത് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ ഇറാൻ അറിയാം. എന്തൊക്കെ ചെയ്ത് നമ്മളൊരു അണുവായുധ പരീക്ഷണം നടത്തിയാലും ഇസ്രായേൽ അത് തടയും, പാശ്ചാത്യ രാജ്യങ്ങൾ അത് തടയും. അവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നുള്ള നിരവധി പദ്ധതികളിലാണ് ഇസ്രായേൽ ഉള്ളത്. എങ്കിലും ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഫെസിലിറ്റീസിനെ മാത്രം ഇസ്രായേലിനെ കൊണ്ട് അത്ര പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഈ ഫോർഡോ എന്ന സ്ഥലം മുഴുവനായും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളും കടന്നു വന്ന് ഇറാനിൽ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ വ്യോമസേന വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ വ്യോമസേന ഉപയോഗിച്ച് ബോംബ് അറിയാം. പക്ഷേ സാധാരണ ഒരു ബോംബ് ഉപയോഗിച്ച് 60 മുതൽ 80 മീറ്റർ ആഴം കടന്ന് പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അത്രയും പെനട്രേറ്റ് പവറുള്ള ബോംബുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റേഴ്സ് വേണം. ഈ ബങ്കർ ബസ്റ്ററും കൂടിപ്പോയി ഒരു 10-20 മീറ്റർ വരെയും ഒരു പക്ഷേ ആഴത്തിൽ പോകാൻ സാധിക്കും. എന്നാൽ ഈ 60 മീറ്റർ ആഴത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അത്രയും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്രയും ആഴത്തിൽ പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള ബങ്കർ ബസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരേ ഒരു ആയുധം മാത്രമാണുള്ളത്, അമേരിക്കയുടെ ഗുഡ് ബാഡ് അഗ്ലി GBU 57. ഈ GBU 57 MOB എന്നും പറയും, അതായത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റ്. അപ്പോൾ ഈ GBU 57 എന്ന ബോംബ് അവരുടെ B-52 വിമാനങ്ങളിൽ നിന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാനും സാധിക്കൂ. ഇനി ഇതിനെല്ലാം അപ്പുറം ഇസ്രായേൽ ഒരു ഫോർഡോ എന്ന സ്ഥലത്ത് ആക്രമിക്കുകയാണെങ്കിൽ അത് ഇറാന് വലിയൊരു പ്രശ്നമായി തന്നെ മാറും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്രമണം നടത്തണം എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ്. ഇസ്രായേൽ ഇതിനകം തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 2 രീതിയിലുള്ള ഭീഷണിയാണുള്ളത്. ഒന്നാമത്തേത് ന്യൂക്ലിയർ ഫെസിലിറ്റി, അണുവായുധ ഭീഷണി. മറ്റൊന്ന് ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയാണ്. ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി ഒരു പരിധിവരെയും ഞങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ അണുവായുധ ഭീഷണി അതിപ്പോഴും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള തുടർ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ സംഭവിക്കുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് ഇവിടെ നടക്കുന്നുവെന്ന് IAEA സംഘടന ഇതിനകം തന്നെ പറഞ്ഞിരുന്നു. 87%, ഏകദേശം 82%-ഓളം യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞു. 90%-ആയാൽ അത് വെപ്പൺ ഗ്രേഡായി മാറും. ഏകദേശം 400 കിലോ എൻറിച്ച്ഡ് യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടെന്നും അവർ പറഞ്ഞു. 2000-ലധികം സെൻട്രിഫ്യൂജസ് ഈ ഒരു ഫോർഡോ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റിക്കുള്ളിൽ ഉണ്ടെന്നും പുതിയ തരം IR-6 സെൻട്രിഫ്യൂജസ് എല്ലാം ഇവിടെ ഉണ്ടെന്നും ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഫോർഡോയെ ഇപ്പോൾ ആക്രമിക്കാൻ പാടില്ല എന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ അമേരിക്ക എപ്പോഴാണ് ഇറാനെ ആക്രമിക്കുക? ഡൊണാൾഡ് ട്രംപ് വളരെ പെട്ടെന്ന് ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വന്നല്ലോ. അത് സത്യമാണോ എന്ന് വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചു. ഇതിന് ഇല്ല 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കും, ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുമെന്ന് ഇപ്പോൾ ഇസ്രായേലിന് ഒരു മറുപടി പറയാതെ അമേരിക്ക ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും തീരുമാനം വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. 14 ചരക്ക് വിമാനങ്ങൾ, 1-2 അല്ല, 14 കാർഗോ വിമാനങ്ങൾ ജർമ്മനി, അമേരിക്ക പോലെ രാജ്യങ്ങളിൽ നിന്നും
ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഈ കാർഗോ വിമാനങ്ങൾ, അതിനുള്ളിൽ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2023 ഒക്ടോബർ മാസം 7 നമുക്ക് എല്ലാവർക്കും ആ ഒരു ദിവസം അറിയാം, ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും എത്ര കാർഗോ വിമാനങ്ങൾ ഇസ്രായേലിനുള്ളിൽ വന്നിട്ടുണ്ടെന്ന് കണക്കെടുത്താൽ ഏകദേശം 800 കാർഗോ വിമാനങ്ങളാണ്. അപ്പോൾ ഈ 800 ചരക്ക് വിമാനങ്ങളിലും ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങൾ, ആയുധങ്ങൾ വന്നു എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അടുത്തിടെ മാത്രം ഒരു 14 കാർഗോ വിമാനങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ എത്രത്തോളം ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ടാണ് ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ ധൈര്യത്തോടു കൂടി പറയാനും കാരണം. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇല്ലെങ്കിൽ പോലും അമേരിക്കയിൽ നിന്നുള്ള സഹായം ഇല്ലാതെ ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അടുത്ത ഇസ്രായേൽ ലോകാരോഗ്യ സംഘടനയെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾ ഗാസ പ്രദേശത്തുള്ള ആശുപത്രികളെ ആക്രമിക്കുമ്പോൾ അത് മനുഷ്യത്വരഹിതമാണ്, മനുഷ്യർക്കെതിരെയാണ് എന്നുള്ളൊരു പ്രസ്താവനകളൊക്കെ നിങ്ങൾ നൽകിയല്ലോ. ഞങ്ങൾ എന്തോ വാർ ക്രൈമാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിലും ഇറാൻ ആക്രമിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെതിരെ ഒന്നും പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സെലക്റ്റീവായി പെരുമാറുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇസ്രായേൽ ചോദിച്ചത്. ഇറാൻ ഇസ്രായേലിൽ ഒരു ആശുപത്രി ആക്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു, സറോക്ക ഹോസ്പിറ്റൽ. ഈ ഒരു അറ്റാക്കിനെതിരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒന്നും തന്നെ ചോദിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു ദേഷ്യം. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് എല്ലാവരെയും ബാധിച്ചതുപോലെ തന്നെ എന്നെയും ബാധിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ 2ാം തവണയാണ് അദ്ദേഹത്തിന്റെ വിവാഹത്തെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന്റെ ചിലവുകളും കാര്യങ്ങളും എല്ലാം ഭാര്യ നോക്കുകയാണ്. ഭാര്യ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ എനിക്കിങ്ങനെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കില്ല. വളരെ ധൈര്യമുള്ള, മഹാമനസ്കതയുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ എന്നും പറഞ്ഞു. നെതന്യാഹു തന്റെ യുദ്ധം കാരണം ഒരു പക്ഷേ ബോംബൊക്കെ വന്ന് വീഴുമോ എന്നുള്ള ഭയം കാരണം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം തന്നെ മാറ്റിവെച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ മറ്റെന്തൊക്കെയാണ് യുദ്ധം കാരണം സംഭവിക്കുന്നതെന്നുള്ളത് ഈ നെതന്യാഹു അറിയുന്നുണ്ടോ? ശരി, അമേരിക്കയുടെ ലക്ഷ്യം ഇറാനായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ 2007, 2008 ആ ഒരു സമയം എടുത്ത് നോക്കിയാൽ അവിടെയുള്ളൊരു സൈനിക ജനറൽ പറഞ്ഞത്, ഞങ്ങൾ മൊത്തം 7 രാജ്യങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പട്ടികയിൽ 7 രാജ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥാനം ഇറാഖാണ്. ഏകദേശം ആ രാജ്യം ഇപ്പോൾ അവസാനിച്ചൊരവസ്ഥയാണ്. സദാം ഹുസൈൻ്റെ രാജ്യം ഇപ്പോൾ വലിയ രീതിയിൽ സംസാരിക്കപ്പെടുന്നേ ഇല്ല. ഇറാഖിനെ ഞങ്ങൾ അവസാനിപ്പിച്ചു. അടുത്ത് സിറിയ ഇതിനകം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ലെബനൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, അവസാനം ഇറാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഈ ഒരു കാഴ്ച ഇറാനിലേക്ക് തിരിയുമെന്ന് 2007-8 തന്നെ അമേരിക്കയുടെ സൈനിക ജനറലായിരുന്ന വ്യക്തി പറഞ്ഞിരുന്നു. ആ ഒരു വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 6 രാജ്യങ്ങളെയും നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അവർ 7ാമത്തെ രാജ്യമായ ഇറാനിലേക്ക് വന്ന് നിൽക്കുകയാണല്ലോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിശയിക്കേണ്ടതില്ല. ചാനൽ 14 ഇപ്പോൾ ഇറാൻ ഒരു ഭീഷണി നൽകി. ചാനൽ 14 എന്നത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിന്റെ പ്രൊപ്പഗണ്ട ചാനലാണ്. അദ്ദേഹം എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമാണ് ചാനൽ 14 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ചാനൽ 14-നെതിരെയുള്ള ഒരു ആക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഇറാൻ അടുത്ത ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് പാകിസ്ഥാൻ പറയുന്നത് അടുത്ത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളെയല്ലേ ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് അവരിങ്ങനെ നിലവിളിക്കുകയാണ്. ഇതിനിടയിൽ തുർക്കി ഇല്ലില്ല, ഞങ്ങളെയാണ് അടുത്ത് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ തുർക്കിയും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയും അവരുടെ അടുത്ത കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ആര് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് വാണ്ടഡായി തന്നെ അടുത്ത് ഞാനാണ് എന്ന് കുറച്ച് രാജ്യങ്ങൾ വന്ന് ഇങ്ങനെ വലയിലേക്ക് വീഴുകയാണ്. ഇത് അവരുടെ ഭയത്തെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. കൂടുതൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.